നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു വിഷയം യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ്. യേശു ഗലീല തടാകത്തിൻ്റെ മറുകരയിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവിടെ കാത്തുനിന്നിരുന്നു. സിനഗോഗിലെ പ്രമാണിയായിരുന്ന യായിറോസ് അപ്പോൾ അവിടെ എത്തി. യേശുവിൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞു പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ മരിക്കാൻ തുടങ്ങുന്നു. അങ്ങ് ദയവായി വന്ന് അവളെ ഒന്ന് തൊടയണമേ, എങ്കിൽ അവൾ സുഖം പ്രാപിച്ച് ജീവിക്കും. യേശു യായിറോസിനോടൊപ്പം പോയി. അവിടെയും ഒരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. ജനം തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെയും അടുക്കൽ ചികിത്സിച്ച് കയ്യിലെ പണമെല്ലാം തീർന്നു. എന്നിട്ടും സുഖപ്പെടുന്നതിനു പകരം അവളുടെ സ്ഥിതി വഷളായതേയുള്ളൂ. യേശുവിനെപ്പറ്റി കേട്ടറിഞ്ഞ് ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിലെത്തി. അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സുഖമാകുമായിരുന്നു എന്ന് അവൾ സ്വയം പറഞ്ഞു. അങ്ങനെ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ തൊടുകയും രക്തസ്രാവം തൽക്ഷണം മാറുകയും ചെയ്തു. രോഗം മാറിയെന്ന് അവൾ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു. ഉടനെ തൻ്റെ ശക്തിയാൽ ആരോ സൗഖ്യം നേടിയെന്ന് യേശുവിന് മനസ്സിലായി. അവൻ തിരിഞ്ഞ് ജനക്കൂട്ടത്തോട് ചോദിച്ചു, എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതാരാണ്? ജനങ്ങൾ നിനക്ക് ചുറ്റും തിക്കി തിരക്കുകയല്ലേ, എന്നിട്ടും എന്നെ തൊട്ടതാര് എന്ന് ചോദിക്കുന്നത് എന്ത് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു. എന്നാൽ ആരാണത് ചെയ്തതെന്നറിയാൻ യേശു ചുറ്റും നോക്കി. സൗഖ്യം പ്രാപിച്ച സ്ത്രീ വിറച്ചും കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ വന്നു. അവൾ അവൻ്റെ കാലിൽ വീണ് സംഭവിച്ചതെല്ലാം അവനോട് പറഞ്ഞു. യേശു അവളെ ആശ്വസിപ്പിച്ചു. മകളെ, നീ എന്നിൽ വിശ്വസിച്ചതുകൊണ്ടാണ് സുഖം പ്രാപിച്ചത്. സമാധാനത്തോടെ പോകും. രോഗം മാറി സുഖമായിരിക്കട്ടെ. യേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് അയാളോട് പറഞ്ഞു, നിൻ്റെ മകൾ മരിച്ചുപോയി. യജമാനനെ എന്തിനി ബുദ്ധിമുട്ടിപ്പിക്കണം? യേശു അവർ പറഞ്ഞത് ഗൗനിക്കാതെ യായിറോസിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. തന്നോടുകൂടെ പോരുവാൻ യേശു ശിഷ്യന്മാരായ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ആവശ്യപ്പെട്ടു. അവർ യായിറോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ജനം ഉച്ചത്തിൽ കരയുകയായിരുന്നു. യേശു അകത്ത് കിടന്ന് അവരോട് ചോദിച്ചു, എന്തിനീ കരച്ചിലും ബഹളവുമെല്ലാം? കുട്ടി മരിച്ചിട്ടില്ലല്ലോ, ഉറങ്ങുന്നുവല്ലേ ഉള്ളൂ. അവർ അവനെ പരിഹസിച്ചു. പക്ഷേ യേശു അവരെയെല്ലാം പുറത്താക്കി. കുട്ടിയുടെ മാതാപിതാക്കളെ